ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ പാട്ടിൽ ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്. യൂണിറ്റ് ആ ലാറ്റിസിലെ ഒരു യൂണിറ്റ് ഞാൻ വരച്ച് കാണിച്ചില്ലേ, ഡിഫറെൻറ്റ് സൈസ് ഓഫ് യൂണിറ്റ് സെൽസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് സിമ്പിൾ യൂണിറ്റ് സെൽ. സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്യൂബാണത്. ഇപ്പോൾ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസാണ് ഈ കോർണേഴ്സ് കാണുന്ന കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസാണ്. കോർണേഴ്സ് കാണുന്നത് ഇപ്പോൾ ആറ്റംസാണ്, കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസാണ്. ഇതാണ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ ഓരോ കോർണറിലും ആറ്റം, അത് പാർട്ടിക്കിൾ, അയോണോ ആറ്റമോ അങ്ങനെ പാർട്ടിക്കിൾ. അപ്പം നമ്മളിത് വിചാരിക്കും ഇതൊരു പാർട്ടിക്കിൾ, വൺ പാർട്ടിക്കിൾ അങ്ങനെ 8 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഓർക്കും. തെറ്റാണത്. 8 പാർട്ടിക്കിൾസ് ഇല്ല. കാരണം ഒരു രസം കണ്ടോളൂ, 8 പാർട്ടിക്കിൾസ് ഇല്ല. ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ റൗണ്ട് ആണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ 1/8 ഉള്ളൂ. ആ പാർട്ടിക്കിളിൻ്റെ 1/8 ഉള്ളൂ. കണ്ടോ, 1/8 ഉള്ളൂ. ഇവിടെയും ആ പാർട്ടിക്കിളിൻ്റെ 1/8 ഉള്ളൂ. ഇവിടെയും ആ പാർട്ടിക്കിളിൻ്റെ 1/8 ഉള്ളൂ. ഇവിടെയും ആ പാർട്ടിക്കിളിൻ്റെ 1/8 ആണ് ഉള്ളൂ. അങ്ങനെ താഴെ ഇവിടെയും 1/8 ആണ് ഉള്ളൂ. ഇവിടെയും 1/8 ആണുള്ളൂ. ഇവിടെയും 1/8 ആണുള്ളൂ. അങ്ങനെയാണ് സിമ്പിൾ യൂണിറ്റ് സെല്ലാണ്. സിമ്പിൾ യൂണിറ്റ് സെല്ലാകുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സിമ്പിൾ യൂണിറ്റ് സെൽ. സിമ്പിൾ ഓർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ദി പാർട്ടിക്കിൾസ് ഓക്കുപ്പൈ ഓൺലി അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ. ഇത് കോർണറിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അവിടെ പോയി ഇതുപോലെ തന്നെ യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ യൂണിറ്റ് സെല്ലുകൾ കണ്ട. അപ്പോൾ ഇതിൻ്റെ ഭാഗം ബാക്കിയുള്ള അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നത്. കണ്ടോ, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഇത് സിമ്പിൾ ക്യൂബിക്. അടുത്തത് ബോഡി സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നില്ല, അങ്ങനെ ഊഹിച്ചോളണം, അസ്യൂം ചെയ്തോളണം. അങ്ങനെ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തോളണം. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇതൊക്കെ എന്താണ്? ഒരു ക്രിസ്റ്റലിൽ അവയുടെ ആറ്റംസ് ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിൽ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ തന്നെയുണ്ട്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ ഇത് തന്നെയുണ്ട്. പിന്നെ എന്താണ്? ബോഡി സെൻറ്റേഡ് സെൻറ്ററിലായിട്ട് ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണിക്കും. ഇതിൻ്റെ സെൻറ്ററിൽ, ഇതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഒരെണ്ണം, സ്പേസിലാണ് നിൽക്കുന്നത്, സെൻട്രലായിട്ട് ഒരെണ്ണം. ഇതാണ് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ. അപ്പോൾ സിമ്പിൾ ക്യൂബിക്ക് ബോഡി സെൻറ്റേഡ് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരെണ്ണം വരും, ബോഡി സെൻറ്റേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇതുപോലെ തന്നെ ഒരു ക്യൂബാണ്. ഒരു ക്യൂബാണ്. ഫേസ് സെൻറ്റേഡ്. ഇതിൽ ഓരോ ഫേസിലും എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ആണ് അല്ലേ? 6 ഫേസ്. ഈ സൈഡ്, ഈ മുകളിൽ താഴെ 6 ഫേസ്. ഇതാണ് ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. FCC എന്ന് പറയും, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇനി എൻഡ് സെൻറ്റേഡ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാൻ പഠിപ്പിക്കുന്നില്ല, ഇല്ല. നിങ്ങൾക്ക് എല്ലാ വർഷം പഠിപ്പിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനുണ്ടെങ്കിൽ ഞാൻ പിന്നെ പഠിപ്പിക്കാം. നമ്മളിപ്പോൾ ഈ എത്ര ടൈപ്പായി? സിമ്പിൾ ക്യൂബിക്ക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. അത്രയും നോക്കിയാൽ ഫേസ് സെൻറ്റേഡ്. ഇതാണ് യൂണിറ്റ്സ് സെല്ലുകൾ. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര
ടൈപ്പ്. ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതല്ലേ സിമ്പിൾ ക്യൂബിക്? യെസ്, സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക്കിൽ കോർണർ അല്ലേ, കോർണറിൽ മാത്രമേ ഇല്ലുള്ളൂ. അങ്ങനെ 8 കോർണർ ഉണ്ട്. ഒരു കോർണറിൽ 1/8 ഉള്ളൂ. ഒരു പാർട്ടിക്കിളിൻ്റെ 1/8 ഒരു കോർണറിലുള്ളൂ. അപ്പോൾ 1/8 × 8 ദാറ്റ് ഈസ് 1 പാർട്ടിക്കിൾ, ഓൺലി 1 പാർട്ടിക്കിൾസ്. നിങ്ങൾ മുട്ട ബജി, ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ മുട്ടയൊന്നും കഴിക്കില്ല. മുട്ട ബജി തിന്നിട്ടില്ലേ? ഒരു മുട്ട എടുത്ത് വിഴുങ്ങുകയാണോ മുട്ട ബജിയിൽ? അല്ല, ആ മുട്ട ബജി 4ആയിട്ടൊക്കെ കീറും, ചിലപ്പോൾ 2ആയിട്ട് കീറും. വില കുറയും തോറും, മുട്ട ബജിയുടെ വില കുറയും തോറും മുട്ട 8 ആക്കും. അപ്പം മുട്ട ബജി മുറിച്ച പോലെ അല്ലേ ഇരിക്കണേന്ന് നോക്കിക്കേ. യെസ്. അപ്പം എന്താണ്, 8 ബജി മേടിക്കണവനെ ഒരു മുട്ട കിട്ടുള്ളൂ, ഒരു പാർട്ടിക്കിൾ. കണ്ടെന്താണ്, ഒരു മുട്ട എടുത്തിട്ട് 8 ഭാഗമായിട്ട് 8 സൈഡിൽ വെച്ചിക്കുവാണ് അല്ലേ, 8 കോർണേഴ്സിൽ വെച്ചിക്കുവാണ്. ഒരു മുട്ടയുടെ 1/8 ഉള്ളൂ, ഒരു മുട്ടയുടെ 1/8 ഉള്ളൂ. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ 1/8 ഒരു കോർണറുള്ളൂ. അങ്ങനെ 8 കോർണർ ഉണ്ടല്ലേ. 8 കോർണർ ഉള്ളപ്പോൾ എന്താണ്, 8 × 1/8 ദാറ്റ് ഈസ് 1 പാർട്ടിക്കിൾ. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 1 പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ. കോർണേഴ്സിൽ ഓൺലി കോർണേഴ്സ്. Particles are only corners. There are 8 corners and each corner consists 1/8 of 1 particle. Total 8 × 1/8 equals 1 particle. 1 particle ആണ് സിമ്പിൾ ക്യൂബിക്കിൽ ഉള്ളത്. ഒരു യൂണിറ്റ് സെല്ലിൽ 1 പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് സെല്ലുള്ളൂ. ഒരിക്കലും വേറെ രീതിയിൽ ചിന്തിക്കരുത്. ഒരെണ്ണം ഉള്ളൂ, 8 ഉണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല. യെസ്. നെക്സ്റ്റ് വൺ ബോഡി സെൻറ്റേഡ്. ബോഡി സെൻറ്റേഡ് ആകുമ്പോൾ അല്ലേ, ഇത് ബോഡി സെൻറ്റേഡ് അല്ലേ, ബോഡി സെൻറ്റേഡ് ആകുമ്പോൾ എന്താണ്, ഈ കോർണറിൽ 8 കോർണറുണ്ട്, 1/8, അത് തന്നെ 1 പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ. പ്ലസ് ബോഡിയിലോ ബോഡി സെൻറ്ററിൽ 1 + 1 = 2 അല്ലേ, 2 പാർട്ടിക്കിൾസ്. ബോഡി സെൻറ്ററിൽ 2 പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഫേസ് സെൻറ്റേഡിലും കോർണർ അല്ലേ, കോർണറിൽ 8 കോർണേഴ്സ് ഉണ്ട്, 1/8 കട്ട് ചെയ്യും, 1 പാർട്ടിക്കിൾ. ഫേസിൽ എത്ര ഫേസ് ഉണ്ട്? ദർ ആർ 6 ഫേസസ്. സോ 6 × 1 = 6. ദെൻ 1 + 6 ആണോ? അവിടെയാണ് തെറ്റുന്നത്. ഈ കോർണർ പോലെ തന്നെയാണ് ഫേസ്. ഒരു ഫേസിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത യൂണിറ്റ് സെല്ലിനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഹാഫേ ഉള്ളൂ. അപ്പോൾ 6 കോർണേഴ്സിൽ ഹാഫ് വെച്ച്, ഒരു കോർണറിൽ ഹാഫ് ഉള്ളൂ, അതിൻ്റെ ഹാഫ് ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളിൻ്റെയാണ്. ഓക്കെ. അപ്പോൾ 3. ദെൻ 1 + 3 = 4. എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതാണ്, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഫേസ് സെൻറ്റേഡിന് 4 പാർട്ടിക്കിൾസ്, ബോഡി സെൻറ്റേഡിന് 2 പാർട്ടിക്കിൾസ്, സിമ്പിൾ ക്യൂബിക്കിന് 1 പാർട്ടിക്കിൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണിതെന്ന് പറയും. യെസ്. ഇതാണ് യൂണിറ്റ് സെല്ലുകൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്. സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ടച്ച് വിട്ടുപോകരുത്. സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്തുണ്ട്? ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട് അല്ലേ, അതായത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് സ്പേസിൽ ഉണ്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ ആ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് 14 ടൈപ്സിൽ വരാമെന്ന് ഞാൻ പറഞ്ഞു, അത് വേറെ. യെസ്, അത് തെറ്റിപ്പോരുത് കേട്ടോ. ഇപ്പോൾ നമ്മളെന്താണ്, യൂണിറ്റ് സെല്ലുകൾ എത്ര ടൈപ്പ്? നമ്മൾ 4 ടൈപ്പ് ഉണ്ട്, ഇവിടെ 3 ടൈപ്പാണ് ഞാൻ പഠിച്ചുള്ളൂ. വേറൊരു ടൈപ്പ് എന്താണെന്ന് പറയാം ഞാൻ. വേറൊരു ടൈപ്പും കൂടി ഉണ്ട് ഇങ്ങനെ, എഡ്ജ് സെൻറ്റേഡ് എന്ന് പറയും. ഇതുപോലെ കോർണറിൽ 8 കോർണേഴ്സിലുണ്ട്. പിന്നെ ഈ മുകളിലും താഴെയും 50-50. അപ്പോൾ ഒരു പാർട്ടിക്കിൾ, കോർണറെല്ലാം കൂടെ ഒരു പാർട്ടിക്കിൾ 50-50, ഇത് പകുതി. ദെൻ ഹാഫ് + ഹാഫ് 1, 2 പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് പക്ഷെ പഠിക്കാനില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ. കെമിസ്ട്രി ആണെന്ന് പഠിച്ചത്. ആ കെമിസ്ട്രി
ഈ 2 പാർട്ടുകൾ ശരിക്ക് പഠിക്കുക. പെൻഡിങ് ഇടരുത്. പെൻഡിങ് ഇട്ടാൽ പിന്നെ അത് പഠിക്കാൻ പറ്റാത്ത രീതി ആകും. ഓക്കെ.